ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഇത്ര സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള പാൽപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നല്ല തിളച്ച വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ ആ ഗീ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെയുള്ള ഒരു 2 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് പഞ്ചസാര, ഒരുപാട് വേണ്ട, കുറച്ച് പഞ്ചസാര ഞാൻ ഇതേപോലെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇതേപോലെ വളരെ കുറച്ച് മാത്രം മതി. ഇതേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് 2 ബ്രെഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ കലക്കി വെച്ചിരുന്നില്ലേ പാൽപ്പൊടിയുടെ മിക്സ്, അത് നമുക്ക് ഈ ബ്രെഡിലേക്ക് ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടെയും നടുക്ക് കൂടെയൊക്കെ നല്ല രീതിയിലൊന്ന് ഒഴിച്ച് ബ്രെഡ് ഒന്ന് കുതിരണം. ഒരുപാട് എന്നാൽ ഒഴിച്ചു കൊടുക്കുകയും വേണ്ട. ഇതേപോലെ ഒന്ന് കുതിർന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ആ ബ്രെഡിലേക്കൊന്ന് വരണം. ആ രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ബ്രെഡിൽ നല്ല രീതിയിലൊന്ന് ഇതേപോലെ പാൽപ്പൊടിയുടെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബ്രെഡ് ഇതേപോലെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിൽ ഈ 2 സൈഡും നല്ല പോലെ മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് മേൽഭാഗത്ത് നെയ്യില്ലാന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും നമുക്ക് ഇതേപോലെ ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും തിരിച്ചു മറിച്ചു വിട്ട് നല്ല രീതിയിൽ 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം. അതേപോലെ 2 സൈഡും നല്ല രീതിയിലൊന്ന് മൊരിയിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇവിടെ മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. 2 സൈഡും ഒരേപോലെ മൊരിയിച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ കഴിക്കുകയും വേണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ ഒരു പുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.